പ്രിയപ്പെട്ട വിജയേട്ടൻ, വേദിയിലെ ഡയറക്ടർമാരെ, എൻ്റെ സഹപ്രവർത്തകരെ, സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്ത ഒരു വികാര തള്ളലിലായിരുന്നു ഇതുവരെ. എങ്ങനെയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. പക്ഷെ പി.ടി വന്ന് ഈ അന്തരീക്ഷത്തെ വല്ലാത്ത ഒരു ലാഘവം അന്തരീക്ഷത്തിൽ വരുത്തിയതിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വികാരസാന്ദ്രമായൊരു മുഹൂർത്തമാണ്. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഞാൻ പല തുറകളിലും പല ഓഫീസുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചില വഴിത്തിരിവുകളൊക്കെ എൻ്റെ മാധ്യമരംഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇത്രത്തോളം ആഴത്തിലുള്ള വളരെ വികാരസാന്ദ്രമായ ഒരു മുഹൂർത്തത്തിന് ഞാൻ വിധേയനായിട്ടില്ല, ഇരയായിട്ടില്ല. ഒരു പക്ഷേ വിജയേട്ടൻ ഇവിടെ പറഞ്ഞ നല്ല വാചകങ്ങളൊക്കെ അതേ എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുന്നത് സാഹചര്യങ്ങളാണ്. വ്യക്തിക്ക് തനതായിട്ടുള്ള ചില സംഭാവനകളുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മടങ്ങ് ആ വ്യക്തിയുടെ രൂപീകരണത്തിന്, പുരോഗതിക്ക്, ഉരുത്തിരിയലിന് കാരണമാകുന്നത് സാഹചര്യമാണ്. വിജയേട്ടൻ്റെ നിർലോഭമായിട്ടുള്ള സദ്ഭാവനയ്ക്കിടയിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു. എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ ഞാനെന്നുള്ള ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനെ വലിയൊരു ദുർഘട സന്ധിയിൽ അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിൽ കമ്പനിയുടെ MD-യും ആക്കാനും എടുത്ത തീരുമാനം ഒരുപക്ഷെ ചരിത്രത്തിലെ അപൂർവതകളിലൊന്നാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അഭ്യുദയകാംക്ഷിയായ വിജയേട്ടൻ തന്നെയാണ് ഒരു പക്ഷേ ഡയറക്ടർ ബോർഡിനോടും നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ മമ്മൂട്ടിയോടും ഞാനെന്നുള്ള വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടാകുക. ഡൽഹിയിൽ സാധാരണ മാധ്യമ സമ്മേളനങ്ങൾ കവർ ചെയ്ത് ചില്ലറ റിപ്പോർട്ടിങ്ങൊക്കെ നടത്തി വന്നിരുന്ന, അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ, മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയാത്തൊരു വ്യക്തിയെ ഇതുപോലുള്ള ഒരു വലിയൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചുമതലയിലേക്ക് നിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രാഗൽഭ്യമുള്ള വ്യക്തികൾക്കൊന്നും കഴിയുന്ന കാര്യമല്ല. ഒരുപക്ഷെ ഞാൻ പ്രകടിപ്പിച്ച തൻ്റെ ഇടം, ധീരത, ആർജവം ഇതിനേക്കാൾ 1000 മടങ്ങ് ധൈര്യവും തൻ്റെ ഇടവും വിജയേട്ടനെ പോലുള്ള വ്യക്തികൾ പ്രകടിപ്പിച്ചതിൻ്റെ ഒരു അനന്തരഫലമാണ് ഞാനെന്നുള്ള MD. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ തിങ്ങുന്നുണ്ട്. സമയക്കുറവ്, പിന്നെ അതിലേക്ക് പ്രവേശിച്ചാൽ എനിക്കുണ്ടാകുന്ന ഒരു മാനസികമായ വ്യതിയാനം, ഇതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം നമ്മൾ അഭിമുഖീകരിച്ച പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറും, പ്രതിസന്ധിയെ മുറിച്ചു കടക്കുമെന്ന് ചിന്തിച്ചിരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നത്
വിജയേട്ടനെ പോലെ, നമ്മുടെ ബോർഡംഗങ്ങളെപ്പോലെ, മമ്മൂട്ടിയെപ്പോലെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകരായിരുന്നു. എനിക്കറിയില്ല ഏതെങ്കിലും കമ്പനിയുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് ഇത്രത്തോളം ഒരു നിർലോഭമായിട്ടുള്ള പിന്തുണ ആരെങ്കിലും നൽകിയിട്ടുണ്ടാകുമോ എന്നുള്ളത്. ഓരോ കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, ഓഹരി ഉടമകളുമായി സംവദിക്കേണ്ട ഘട്ടം വരുമ്പോൾ, കൂടുതൽ മൂലധനം സ്വരൂപിക്കേണ്ടി വരുമ്പോൾ, ജീവനക്കാരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരുമ്പോൾ, കൈരളി TV നടത്തുന്ന സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന, അത് ക്രോഡീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ എന്തിനേറെ ഈ കമ്പനിയുടെ സമസ്ത തലങ്ങളിലും ഈ ഒരു ആർജവത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മഹാമനസ്കതയുടെ ഒരു സ്പർശമുണ്ടായിരുന്നു. ആ ഒരു സ്പർശം ഇല്ലായിരുന്നെങ്കിൽ ഒരു വെയിലത്ത് വാടിപ്പോകുന്ന ഒരു നിസാര ചെടിയുടെ രൂപത്തിൽ ഞാൻ മാറുമായിരുന്നു. അത് പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ ചില വേദികളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വേദിയാണ് അതിനുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു വേദി. ബ്രിട്ടാസ് എന്നുള്ള ഒരു സാധാരണ മാധ്യമപ്രവർത്തകന് ഇത്രത്തോളം പരിഗണന ഇത്രയും മഹത്വമുള്ള വ്യക്തികൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നൽകിയ എളിയ സംഭാവനകളെക്കാൾ 1000 മടങ്ങ് ദീപ്തമാർന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രചോദനങ്ങളാണ്, ഇടപെടലുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവാണ്. ഞാൻ സ്ഥാപനങ്ങൾ മാറിയിരുന്നെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, 1/4 നൂറ്റാണ്ട് കാലം, അല്ല അതിനു മുമ്പ് തന്നെ, ഒരു 80കളുടെ തുടക്കം തന്നെ കൈരളി പ്രതിദാനം ചെയ്യുന്ന ഒരു ആശയ സാംസ്കാരിക ധാരയിലൂടെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. അതിനിടയിൽ ഉണ്ടാകാവുന്ന ഒരുപാട് വഴിത്തിരിവുകളെ വേണ്ട എന്ന് ഞാനും കൂട്ടായ്മയോടെ ഞങ്ങളുമൊക്കെ ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ തീരുമാനിച്ചിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ 3/4 പങ്കോളം ഞാൻ പിന്തുടർന്ന, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ പക്വതയാർജിച്ച നാൾ മുതൽ ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു ധാരയിൽ നിന്ന് അല്പം ഒന്ന് ഒരു വ്യതിയാനത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മാറുന്നത്. ഈ മാറ്റം തന്നെ ഒരുപക്ഷെ എനിക്കറിയില്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ ഒരു ജോലി മാറ്റമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇടവേള എടുക്കുമ്പോൾ ഇത്രത്തോളം ഹാർദമായി ഇത്രത്തോളം സ്നേഹനിർഭരമായി കാരുണ്യത്തിൻ്റെ അഗാധ തലത്തിൽ നിന്നുകൊണ്ട് ആ ചീഫ് എക്സിക്യൂട്ടീവിന് ഒരു യാത്രയയപ്പ് നൽകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവർ പറഞ്ഞതിൻ്റെ ഒരു വരി ഞാൻ പറയാം. കൈരളി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ പെഡിഗ്രിയാണ്, ഒരുപക്ഷെ എൻ്റെ വിധിയാണത്. അതിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായിട്ട് എൻ്റെ രക്തത്തിലലിഞ്ഞ ഈ സംസ്കാരത്തിൻ്റെ ധാരയിൽ നിന്ന് എനിക്ക് ഒരു ചുവട് പോലും മാറി ചവിട്ടാൻ കഴിയില്ല. എവിടെയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ വികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലം കൈരളി എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനമായിരിക്കും, പ്രതിധ്വനിയായിരിക്കും. വിട പറയുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവിനോടും മാനേജ്മെൻറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്ന് സാധാരണതയിൽ പറയാറില്ല. അത്തരത്തിലുള്ള ഒരു മഹാ ഔദാര്യം കൂടി ഞാൻ നുകർന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ സവിശേഷതകളെക്കുറിച്ചൊക്കെ പലതും പ്രതിപാദിച്ചു. എനിക്ക് എന്നെക്കുറിച്ചൊരു തോന്നിയൊരു കാര്യം, എൻ്റെ സഹപ്രവർത്തകർ, ഡയറക്ടർമാർ, പ്രൊമോട്ടർമാർ നൽകിയ നിർലോഭമായ സ്നേഹം. ഇതിനിടയിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ ചിലരെങ്കിലും മനസ്സുകളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് എൻ്റെ ഈ 8 വർഷക്കാലത്തെ MD ജീവിതകാലത്ത് ഒരു വ്യക്തിയോടും, ഇത് ഞാൻ മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാണ്, ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടായിട്ടില്ല. ദേഷ്യമുണ്ടായിട്ടുണ്ട്. ദേഷ്യം മനുഷ്യന് അനിവാര്യമായൊരു ഘടകം. പക്ഷേ
ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന ഒരു വിദ്വേഷവും എന്നെ ഇതുവരെ വേട്ടയാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലെ ഓരോ വ്യക്തി വളരെ ആർജവത്തോടെ ഒരു തരത്തിലുള്ള ഒരു പ്രജുഡിസും ഒരു മുൻവിധിയുമില്ലാതെ അവരെ നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വളരെ സുതാര്യമായ ഒരു മനസ്സിൻ്റെ തരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷേ അറിയാതെ ആരെയെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിർവ്യാജം ഖേദിക്കുന്നു. അത് മനഃപൂർവ്വമായിരുന്നില്ല, ജോലിയുടെ ഒരു സമ്മർദ്ദ ഫലമായിട്ട് ചിലപ്പോൾ സംഭവിച്ചു പോയതാണ്. അതിന് ആ ഒരു ഘട്ടത്തിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐസക് ന്യൂട്ടൻ്റെ വളരെ പ്രസിദ്ധമായൊരു വരിയുണ്ട്: എൻ്റെ മുമ്പുണ്ടായിരുന്നവരുടെ തോളിൽ ചവിട്ടിയാണ് ഞാൻ ദൂരക്കാഴ്ച കണ്ടത്. എൻ്റെ മുമ്പേ വന്ന നിരവധി വ്യക്തികളുടെ, അല്ലെങ്കിൽ എന്നെക്കാളും പരിണതപ്രജ്ഞനായ ഡയറക്ടർമാരുടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത തലവും കണ്ട സ്പർശിച്ച വിജയേട്ടനെ പോലുള്ള പ്രൊമോട്ടർമാരുടെ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് കൈരളിയുടെ തലപ്പത്തിരുന്ന് കൈരളിക്കൊരു ദൂരക്കാഴ്ച ഞാൻ കണ്ടത്. അത് ഞാൻ കണ്ട കാഴ്ചയല്ല, അവർ കണ്ട കാഴ്ചയാണ്. അവർ പ്രദാനം ചെയ്ത ഒരു പീഠമാണ്, അവർ പ്രദാനം ചെയ്ത ഒരു തലമാണ്. ആ തലമാണ് ഒരുപക്ഷെ ഞാനെന്നുള്ള വ്യക്തി മാറുമ്പോൾ, വേറൊരു വ്യക്തി വരുമ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തെ, കൈരളി എന്ന് പറഞ്ഞ മഹാസംസ്കാരത്തെ മുമ്പോട്ട് നയിക്കുന്നു. ഇതൊരു ജൈത്രയാത്രയാണ്. പലരും പറഞ്ഞതുപോലെ വ്യക്തികൾ വരും പോകും. ഒരുപക്ഷെ പുതിയ ആളുകൾക്കും ആശയങ്ങൾക്കും വ്യക്തികൾ വഴിമാറുകയും ചെയ്യണം. പക്ഷേ ഈ മഹാരഥന്മാർ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും ആവാഹിക്കുന്ന ഈ വ്യക്തികൾ കണ്ട, ഈ വ്യക്തികൾ പ്രദാനം ചെയ്ത ആ സംസ്കാരത്തിൻ്റെ ഉയർന്ന പീഠം ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണത്തിൽ എന്നും കരുത്തായി ഒരു വിഭവമായി അവശേഷിക്കും. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടാസ് പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല. ഈ ഒരു സംസ്കാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നേക്കാൾ അറിവും പരിചയവും ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ തന്നെ വേണ്ടത്ര കാര്യപ്രാപ്തിയുമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ പിൻഗാമിയായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത് ടി ആർ അജയൻ. എന്നെപ്പോലെ തന്നെ ഏറെക്കുറെ ദൈനംദിന കാര്യങ്ങളിൽ വ്യാപൃതനായ ഒരു വ്യക്തി. ഒരു ചേഞ്ച് പോലും ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ കമ്പനിയുടെ പ്രയാണം സാധ്യമാക്കുന്ന ഒരു തീരുമാനമാണ്. അതിന് ഞാൻ ഡയറക്ടർ ബോർഡിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഒരു വിഷമവും ഉണ്ടാകാതെ കണ്ടിന്യൂറ്റി അഷ്വർ ചെയ്തുകൊണ്ട് ജീവനക്കാർക്കും നമ്മുടെ പ്രൊമോട്ടർമാർക്കും നമ്മുടെ ഓഹരി ഉടമകൾക്കും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ അതിനെ പിഴുതെറിഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തിയോടെ കമ്പനി മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ്. എനിക്ക് നിങ്ങൾ തന്നിരുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണ, പിൻബലം എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് നൽകണം, അദ്ദേഹത്തിന് നൽകുമെന്ന് എനിക്കറിയാം. മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഔപചാരികവും അനൗപചാരികവുമായ ഒത്തുചേരലുകൾക്ക് ഇനിയും എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ സൗഹൃദം നുകരാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ നമസ്കാരം.